അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ട്രെയിൻ റൂട്ട് യാത്ര അത് ആസ്വദിക്കാൻ പോവുകയാണ്. 20 രൂപയുള്ളൂ ഇവിടുന്ന് ശ്രീനഗർക്ക്. അത്യാവശ്യം റണ്ണിങ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ലക്കിയായിരുന്നു പറയാൻ കാരണം 20 രൂപയ്ക്ക് അതിമനോഹരമായിട്ടുള്ള ട്രെയിൻ റൂട്ട് യാത്ര ആസ്വദിക്കാൻ കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒന്നും കിട്ടില്ല. അത്രയും നല്ല രസകരമായിട്ടുള്ള ഒരു റൂട്ടാണ്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്രയാവും. അപ്പോൾ ട്രെയിനൊക്കെ അത് കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് ക്ലാസ് ട്രെയിനാണ്, കണ്ടില്ലേ എന്താ വൃത്തി. കാശ്മീരികളുടെ കൂടെയുള്ള യാത്ര പുറം ലോകം ഒന്ന് കണ്ടാക്കാം. മഞ്ഞാണ് ആ വീട് എടുക്കുന്നത്. എൻ്റെ അമ്മോ, മഴ കേട്ടാ, മഴയും മഞ്ഞും കൂടിയാണ്, രണ്ടും കൂടിയാണ്. രണ്ടും കൂടിക്കലർന്നതിന് എന്താ പേര് പറയാൻ അറിയില്ല. ഈ ഇതില്ലേ നമ്മൾ ഈ കോടി സ്റ്റെപ്പ് കയറി പോണതിന്, അപ്പോൾ അതിൻ്റെ ബാക്കിലൊരു മല ഉണ്ട്. അതിൻ്റെ മേലൊക്കെ സത്യം പറഞ്ഞാൽ മഞ്ഞ് കാണേണ്ടതാണ്. ഈ ഇതുകൊണ്ട് ഇങ്ങനെ കാണില്ല, നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ എനിക്കും കാണുന്നില്ല. രാവിലെ 7:15 നമ്മളെ വണ്ടി എടുക്കൽ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് 6 മണിക്ക് തന്നെ നീച്ച് ടെൻ്റൊക്കെ അടിച്ച് കണ്ടില്ലേ. രാവിലെ നല്ല കാറ്റ് വരും. അപ്പോൾ ആ കാറ്റും പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല തണുപ്പിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ ജമ്മു കാശ്മീർ ടീമിൻ്റെ ഒപ്പം എന്താ തീയൊക്കെ കാഞ്ഞ് തന്നെയല്ലേ പറയല്. രണ്ടെണ്ണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയല്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി പല്ല് വെച്ചു. ഒരു ചായയും 2 കോഴിമുടയും. കോഴീൻ്റെ കൂടെ തന്നെയാണ് എന്തോ ഒരു മുട, വേറൊരു മഞ്ഞായിട്ട് കളറാണ്. അപ്പോൾ ഇവിടുത്തെ കോഴീൻ്റെ കൂടെ തന്നെ കളർ എങ്ങനെ ആവും, വെള്ളമല്ല എന്തായാലും. അപ്പോൾ 2 കോഴിമുടയൊക്കെ നിന്ന് പ്രോട്ടീൻ പറ്റുക. കുറേ ദിവസമായി മാംസമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും നല്ല ഭംഗിയുള്ള ട്രെയിനാണ്. അങ്ങനെ ഇതാ സുഹൃത്തുക്കളെ, ഈ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ, ഒരിക്കൽ കൂടി പറയുകയാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ട്രെയിൻ റൂട്ടുകളിലൊന്നായ ബനിഹാൽ ടു ശ്രീനഗർ, ഈ റൂട്ടിലാണ് ഇപ്പോൾ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഫുള്ളായിട്ടാണ്. ഇവിടെ നല്ല പ്രായമായ ആൾക്കാരാണെങ്കിൽ ചെറുപ്പക്കാരാണെങ്കിൽ നല്ല ആരോഗ്യമാണ്. മഴ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല മഴയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ പറയാറില്ല, ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ലെന്ന്. അതുപോലെയാണ് ഇവിടെ വന്നിറങ്ങിയപ്പോൾ എനിക്കൊരു ചെറിയൊരു
പേടിണ്ടായിരുന്നു ഇത് ഏത് ഭാഗത്തായിരിക്കും വണ്ടി നിർത്തുക എന്നുള്ളത്. പക്ഷെ കറക്റ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇറങ്ങിയ അതേ ഭാഗത്തിന് അത് നേരെ ഓപ്പോസിറ്റാണ് ചെന്ന് വണ്ടി നിർത്തി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നുകൊണ്ട് ഓർത്തെടുക്കാൻ പറ്റി. അപ്പോൾ ചില കാഴ്ചകൾ അതാണ്. ഈ ഒരു ഭംഗി കണ്ടില്ലേ, ദാൽ ലേക്കിൻ്റെ ഒരു ഭംഗി കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോകണം. ദാൽ ലേക്ക് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ റോഡിലൂടെ ഇങ്ങനെ അല്ല ഈ ഇടവഴിയിലൂടെ നടന്ന് ഇതിൻ്റെ അറ്റത്ത് എത്തുമ്പോൾ ആണ് നമ്മളെ റൂമുള്ളത്. കുറച്ച് പാടാണ്. അങ്ങനെ കാശ്മീരിൻ്റെ ശ്രീനഗറിലെ ചില കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. भैया Good price, very cheap price. Only 500. അപ്പോൾ ദാൽ ലേക്കിൻ്റെ ബ്യൂട്ടി കണ്ടില്ലേ, എൻ്റെ കർത്താവേ. ഈ സൈഡിലുണ്ട് ബ്യൂട്ടി. നമുക്ക് പോകാനുള്ള വഴീൻ്റെ ഒരു ബ്യൂട്ടി നോക്കുകയാണെങ്കിൽ नहीं Good price. मेरा रूम के चलिए. रूम के लगाएगा ना, उधर ही लगाएगा ना पुराने रूम में, वापस होके लगाएगा रूम में भी. टुमारो വല്ലതും മനസ്സിലായ ഇരിക്കൊന്നും മനസ്സിലായില്ല.